സാന്ത്വനം കുവൈറ്റ് നീണ്ടകര ക്യാൻസർ കെയർ സെന്ററിന് മൊബൈൽ ക്ലിനിക്ക് കൈമാറി. NK പ്രേമചന്ദ്രൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. 22 ലക്ഷം രൂപയുടേതാണ് പദ്ധതി. കഴിഞ്ഞ 25 വർഷമായി കുവൈറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ജീവകാരുണ്യ സംഘടനയായ സാന്ത്വനം കുവൈറ്റിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം നീണ്ടകര ക്യാൻസർ കെയർ സെന്ററിന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള മൊബൈൽ ക്ലിനിക്ക് കൈമാറിയത്. 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സാന്ത്വനം സ്പെഷ്യൽ പ്രോജക്റ്റായാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. തീരദേശ മേഖലകളിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുതലായ സാഹചര്യത്തിൽ സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന വിവിധ അർബുദ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ പരിശോധനാ ചികിത്സാ സൗകര്യങ്ങൾ മൊബൈൽ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ക്ലിനിക്കിന്റെ താക്കോൽ RCC മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സജീദിന് സാന്ത്വനം കുവൈറ്റ് പ്രസിഡന്റ് കൈമാറി. NK പ്രേമചന്ദ്രൻ MP വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗൾഫുകാരൻ, കോടീശ്വരൻ, അറബിപ്പണം എന്നൊക്കെ ആണെങ്കിൽ ഇന്നിപ്പം അങ്ങനെ അങ്ങ് വലിയ പണക്കാരൊന്നുമല്ല. പക്ഷേ ഒരുപാട് പണക്കാരുണ്ട്. 10% അല്ലെങ്കിൽ 5% പേര് കോടീശ്വരന്മാർ കാണും. പക്ഷേ മഹാഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ്. നമ്മളെപ്പോലെ ദിവസവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം പുലർത്തുന്നവർ തന്നെയാണ്. പക്ഷെ അവരിലൊരു നല്ല മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ ഭാഗമായി അവർ കുറച്ച് തുക മാറ്റി വെച്ചിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പ്രവർത്തനമല്ല 365 ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു സംഘടനയാണ് സാന്ത്വനം കുവൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് മാത്രമുള്ളതല്ല, അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ അർഹരായ വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനെ സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ഞാനിത് അറിയപ്പെടുന്ന തൊട്ടുമുമ്പിരിക്കുന്ന കരുനാഗപ്പള്ളി പൊതുപ്രവർത്തകൻ ഞങ്ങളുടെയൊക്കെ രവിയണ്ണനാണ്. രവിയണ്ണൻ്റെ ബ്രദർ സുരേഷ് വഴിയാണ് ഈ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സുരേഷ് കൂടുതലും കരുനാഗപ്പള്ളിക്കാരനായതുകൊണ്ട് സുരേഷ് കുമാർ കരുനാഗപ്പള്ളിയാണ് മേഖലകളാണ് കൂടുതലും ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തത്. മഹേഷ് അവിടുത്തെ MLA ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാനും ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ ഈ പ്രദേശത്തും അങ്ങനെയുള്ള സഹായങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് വ്യത്യസ്ത രാഷ്ട്രീയമായിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. കൊല്ലം ക്യാൻസർ കെയർ സെന്റർ മുൻ ഓഫീസ് ഇൻചാർജ് P ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം I ജയലക്ഷ്മി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് ഷൈൻ, പഞ്ചായത്ത് അംഗം യമുന, സാന്ത്വനം പ്രസിഡന്റ് ജ്യോതിദാസ്, ഡോക്ടർമാരായ ജയലക്ഷ്മി, നാരായണക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. പഠിക്കാൻ ആധികാരികമായിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് എറിക് J ഹോൾ എന്നാണ്. ഈ ഭൂമിയിലുള്ള റേഡിയോ ബയോളജിസ്റ്റുകൾക്കെല്ലാം പഠിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പുസ്തകം. അത് യുണീക്ക്, ഒരൊറ്റ ഓതർ, ഒരു സിംഗിൾ ഓതർ റേഡിയോ ബയോളജി ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിൽ അത് എറിക് J ഹോൾ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് കരുനാഗപ്പള്ളി എന്നുള്ളൊരു പേര്, ഒരു മലയാളം പേര് കരുനാഗപ്പള്ളി എന്നുള്ളൊരു പേര് ആ പുസ്തകത്തിനകത്ത് കാണുന്ന സമയം മുതൽ ഈ സ്ഥലത്ത് എത്തണമെന്നുള്ള നമ്മുടെ മനസ്സിനകത്തൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരു ആഗ്രഹം പോലെ തിരിച്ചിവിടെ എത്തുകയും ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള, ഭൂമി ശാസ്ത്രപരമായിട്ട് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതുകൊണ്ട് നിരവധി പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കൊണ്ട് നമ്മൾക്ക് ദോഷകരമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പഠനങ്ങളും നിരവധി നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.